നമ്മുടെ വേ ഫോർവേഡ്, ഇനി മുന്നോട്ട് നമുക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകണം അതിനെക്കുറിച്ച് പറയുന്നതിനായിട്ട് സ്ഥാപകനായിട്ടുള്ള അനിൽകുമാർജിനെ ഞാൻ ക്ഷണിക്കുക. അഞ്ചാമത്തെ വാർഷികത്തിന് എത്തിച്ചേരുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്നെത്തിയ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നമസ്കാരം. അതുകൂടാതെ വിശിഷ്ട അതിഥികൾക്കും നമസ്കാരം. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളും അറിയപ്പെടുന്നത് അതാതിൻ്റെ വിശേഷതകളും. സാധാരണ പറയാറില്ല, അമേരിക്ക ഗ്ലോബൽ സൂപ്പർ പവറാണ്, റഷ്യ മിലിറ്ററി ജയന്റാണ്, ജപ്പാനാണെങ്കിൽ വേൾഡ് ക്ലാസ് ടെക്നോളജിയിലൂടെയാണ് അറിയപ്പെടുന്നത്. ഭാരതമായിട്ട് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം. എന്താണ് ധർമ്മം? സാധാരണ പറയാറുണ്ട് സത്യം വദ ധർമ്മം ചര. സത്യം പറയാനും ധർമ്മം ആചരിക്കാനുമുള്ള. നമ്മൾ എന്താണ് ആചരിക്കേണ്ടത്? പിതാവ് പിതൃധർമ്മവും, മാതാവ് മാതൃധർമ്മവും, ഭർത്താവ് ഭർത്തൃധർമ്മവും, പുത്രൻ പുത്രധർമ്മവും ശരിയായി ആചരിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കുടുംബ ഭദ്രതയും ഉണ്ടാകും. ഇന്ന് പല വീടുകളിലും സന്ധ്യാനാമവും പ്രഭാതവന്ദനവും അന്യമായിക്കൊണ്ടിരിക്കുന്നു. പഞ്ചഭൂതങ്ങളെ നമിക്കാൻ അല്ലെങ്കിൽ വന്ദിക്കാൻ പഠിപ്പിച്ച ഒരേ ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. ഇങ്ങനെ എല്ലാ കുടുംബങ്ങൾക്കും സമസ്ത ലോകത്തിനും നല്ലത് വരട്ടെ എന്ന് പഠിപ്പിച്ച, ലോക സമസ്ത സുഖനോ ബന്ധു എന്ന് പഠിപ്പിച്ച ഈ ധർമ്മത്തിന് ഗ്ലാനി അഥവാ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. അകത്തു നിന്നും പുറത്തു നിന്നും സൈലന്റ് ആയിട്ടും വയലന്റ് ആയിട്ടും നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സനാതന ധർമ്മം. ഇന്ന് ഭാരതത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ സനാതന സമൂഹത്തെ ഇവിടെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മൾ എന്താണ് കൈമാറുക എന്ന് ഉറക്കെ ചിന്തിക്കേണ്ട സമയമായിരിക്കും. ഞാൻ പറഞ്ഞു, അകത്ത് നിന്നും പുറത്തു നിന്നും സൈലന്റായും വയലന്റായും നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. ഞാൻ ഇവിടെ ചിലത് സൂചിപ്പിക്കാം. പല പല പ്രലോഭനങ്ങൾ നൽകി എയും ബിയും നിരന്തരം ധർമ്മപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മീഡിയ ആകട്ടെ, പ്രസ് ആകട്ടെ സനാതന ധർമ്മത്തെ പറ്റി തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് തന്നെ നൽകുന്നു. ചില രാഷ്ട്രീയക്കാർക്ക് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കു, മലേറിയ, മറ്റു ചിലർക്ക് വിഘ്നേശ്വര ഭഗവാൻ മിത്താണ്. അവർ വോട്ടിന് വേണ്ടി എന്തും എത്രമാത്രം അവഹേളിക്കാൻ പറ്റുമോ അത്രമാത്രം അവഹേളിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സനാതന ധർമ്മം. 1990-കളിൽ കാശ്മീർ പണ്ഡിറ്റുകളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് അടിച്ചൊട്ടിച്ചത് മറന്നിട്ടുണ്ടായില്ല എന്ന് വിചാരിക്കും. എന്തിനാണ് ഈ പറയുന്നത്? ഏപ്രിൽ 2025 പേൽഗാമിൽ എന്താ നടന്നത്? ഇനി അകത്തെ കാര്യം നോക്കിയാലോ, ഇത്രമാത്രം ജാതീയമായി ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു സമൂഹം വേറെയില്ല. ആചാരങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് അനാചാരമായി മാറും. ദേവഭാഷയായ സംസ്കൃതത്തെ നാം തന്നെ അവഗണിക്കുന്നു. അനാചാരങ്ങൾ എന്ന് പറഞ്ഞില്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അനാചാരങ്ങളല്ല, അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ആചാരങ്ങളാണ്. ചിലത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്തിനാണ് നാം ഇപ്പോൾ വിളക്ക് കൊളുത്തി ആചരിച്ചത്? അതേപോലെ എന്തിനാണ് 108 പ്രാവശ്യം മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ പാമ്പുകളെ പൂജിക്കുന്നത്? ഒരു വർഷം മാത്രം എത്ര ആളുകളാണ് പാമ്പ് കടിച്ച് മരിക്കുന്നത്? ആ പാമ്പിനെയല്ലേ നമ്മൾ പൂജിക്കുന്നത്? എന്തിനാണ് പിതൃബലി ഇടുന്നത്? പിതൃബലിയും കാട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെ കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലോജിക്കായി ശരിയായി ആൻസർ നൽകിയാൽ തീർച്ചയായും കുട്ടികളിൽ ഒരു സനാതന ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ ഇടാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ശരിയായ ധർമ്മബോധം ഇല്ലാത്തതാണ് നമ്മളെ ഇത്രയും വേദനിപ്പിക്കുന്ന ഈ സമൂഹം അനുഭവിക്കുന്നത്. ചില കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കും. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കും, അല്ലെങ്കിൽ ആത്മഹത്യ, വിവാഹമോചനം, ഡൈവേഴ്സ് ഈ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പല പല കാരണത്താൽ ഇന്ന് പലരും മാരേജ് കഴിക്കുന്നു.
ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ചിലർക്ക് ജാതക പൊരുത്തമില്ലാതെ മാരേജ് കഴിക്കുകയും മറ്റു ചിലർക്കാണെങ്കിൽ സ്വന്തം ജാതിയിൽ നിന്നാണ് കുട്ടികളെ കിട്ടുന്നത്. ഇതുമൊക്കെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ചെറിയ ചെറിയ സ്മാൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ കിട്ടാൻ പ്രശ്നമാണ്. അവരെ ജോലിക്കാർക്ക് കുട്ടികളെ കൊടുക്കാം, ബിസിനസ് ചെയ്യുന്നവർക്ക് കുട്ടികളെ കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെയാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലും ഭിന്നിച്ചിരിക്കുന്ന ഈ സമൂഹത്തെ ഈ ഡൽഹി NCR-ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരുമിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. 2020 സെപ്റ്റംബർ 20 ഞങ്ങൾ ചെറിയ ഒരു ശ്രമം നടത്തി. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഭാരതീയ കൂട്ടായ്മ. 8 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇതിന് പറഞ്ഞ പോലെ 150 ഫാമിലികൾ ഞങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. ചില കൂട്ടായ്മയുടെ ഉദ്ദേശങ്ങൾ പറയും. ഞങ്ങളെ കൊണ്ട് ആവുന്ന തരത്തിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിക്കാൻ പറ്റാവുന്ന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവിധ കൗൺസിലിങ്ങും ചെറിയവർക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, വിവാഹത്തിന് മുമ്പായിക്കോട്ടെ, വിവാഹത്തിന് ശേഷമായിക്കോട്ടെ, ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഫ്രീ ആയി അത് നൽകുന്നതായിരിക്കും. ദേവഭാഷയായ സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഭാരതീയ കൂട്ടായ്മ 10ലെയും 12ലെയും കുട്ടികൾക്ക് സാൻസ്ക്രിറ്റ് എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷത്തിൽ 1-2 തവണ തീർത്ഥയാത്ര പോകാറുണ്ട്. ഈ വർഷം കുംഭമേളയ്ക്ക് പോയി. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒറീസയിലെ ജഗന്നാഥ് പുരിക്കും പോവുകയുണ്ട്. ആവശ്യമുള്ളവർക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും യുവതലമുറയ്ക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ഭാഷയിൽ സനാതന മൂല്യം പകർന്നു നൽകാൻ പറ്റുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി മുൻ വർഷങ്ങളിൽ ഭഗവത്ഗീത, നാരായണീയം എന്നിവ സംഘടിപ്പിക്കുകയുണ്ട്. ചുരുക്കത്തിൽ ഭാരതീയ കൂട്ടായ്മയുടെ ഉദ്ദേശം ആത്മവിശ്വാസമുള്ള, സനാതന മൂല്യമുള്ള, സനാതനത്തിൽ അഭിമാനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഭാരതീയ കൂട്ടായ്മയുടെ പരമപ്രധാനമായ ദൗത്യം. നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക്: ധർമ്മോ രക്ഷിത. നാം നമ്മുടെ ധർമ്മത്തെ രക്ഷിച്ചാൽ, ഊർജ്ജസ്വലമാക്കിയാൽ തീർച്ചയായും ഈ ധർമ്മം നമ്മെയും രക്ഷിക്കും. നന്ദി, നമസ്കാരം. വിജയകുമാർജിക്കും അനിലേട്ടനും ഒരുപാട് നന്ദി, നല്ല വാക്കുകൾ. വിജയകുമാർജി പറഞ്ഞ പോലെ നമ്മുടെ ടൂറുകളൊക്കെ നടത്തേണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എവിടേക്ക് പോയി എന്തൊക്കെയാതിനെ കുറിച്ചിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് നാഗപ്പച്ചേട്ടൻ ഞാൻ മൈക്കിൽ ക്ഷണിക്കുകയാണ്.